ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പവിത്രം. ഇതിനോടകം തന്നെ പവിത്രത്തിലെ ഓരോ കഥാപാത്രവും പ്രേക്ഷക പിന്തുണ നേടിക്കഴിഞ്ഞു. പരമ്പരയിൽ ശ്രീജേട്ടത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം. പവിത്രം പരമ്പരയിലെ വിക്രം എന്ന നായകന്റെ ചേട്ടന്റെ ഭാര്യ കഥാപാത്രമാണ് ശ്രീജേട്ടത്തി. ഈ കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ശിവഗാമി കൈമളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശിവഗാമിയുടെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹമായിരുന്നു. ഒന്ന്, മികച്ച നടിയാവുക എന്നുള്ളത്. രണ്ടാമത്തേത്, ഒരു അഡ്വക്കേറ്റായി മാറുക എന്നുള്ളത്. ഈ രണ്ട് ആഗ്രഹവും ഇപ്പോൾ സഫലീകരിച്ചിരിക്കുകയാണ് താരം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കാൻ വളരെയധികം മിടുക്കിയായിരുന്നു ശിവഗാമി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം അഭിനയത്തിലേക്ക് തിരിയുക എന്നുള്ളത്. അങ്ങനെ മികച്ച ഒരു അഡ്വക്കേറ്റായി മാറിയതിനു ശേഷം തന്നെയാണ് നടി അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത്. നടിയുടെ വരവ് വെറുതെ ആയില്ല. ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായി മാറിക്കഴിഞ്ഞു പവിത്രം. ഈ പരമ്പരയിൽ മികച്ച പ്രേക്ഷക പിന്തുണയുള്ള കഥാപാത്രമാണ് ശ്രീജേട്ടത്തിയുടേത്. ടെലിവിഷൻ രംഗത്ത് അവതാരകയായിട്ടാണ് കലാരംഗത്തേക്ക് കടന്നുവരുന്നത്. അതിനെ തുടർന്നാണ് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചത്. 2018 പുറത്തിറങ്ങിയ അങ്ങ് ദൂരെ ഒരു ദേശത്തായിരുന്നു ശിവഗാമിയുടെ ആദ്യ സിനിമ. കവല, മോസ്കോ, സ്നേഹസാന്ദ്രം എന്നിങ്ങനെയുള്ള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ചെയ്തൊക്കെ തന്നെയും ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നു. ഒരു ക്ലാസിക്കൽ നർത്തകിയായ ശിവഗാമി ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. കോട്ടയമാണ് നടിയുടെ ജന്മസ്ഥലം. വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു. അച്ഛനും അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് നടിയുടേത്. അമ്മ വിജയകുമാരി, അച്ഛൻ അജയകുമാർ. 1944 നടി ജനിച്ചത്. ഇപ്പോൾ താരത്തിന്റെ പ്രായം 29 വയസ്സാണ്. നടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. പവിത്രം എന്ന പരമ്പരയിലെ വിക്രത്തിന്റെയും വേദയുടെയും കോംബോ സാന്ത്വനം സീരിയലിന്റെ 1ാം ഭാഗത്തിലെ ശിവന്റെയും അഞ്ജലിയുടെയും കോംബോ പോലെ നിങ്ങൾക്ക് തോന്നിയോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.